നമുക്കറിയാം ഇന്നലെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ എല്ലാവരും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഓരോ ഇടങ്ങളിലായി അവർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒപ്പം തന്നെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ പരിപാടികളൊക്കെയും എങ്ങനെയാണ്? തീർച്ചയായും കാവ്യ, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, അതിൻ്റെ അത്യുജ്വലമായ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് കേരളം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ അവസാന ലാപ്പിൽ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലാണ് സംസ്ഥാനം ഇപ്പോൾ ഉള്ളത്. ഈ അവസാന ലാപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് കൊഴുപ്പേകാൻ ദേശീയ നേതാക്കൾ കൂടി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇന്നലെയാണ് ദേശീയ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. ഇന്നലെ LDF ദേശീയ നേതാക്കൾ ആകെ തന്നെയും കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ കാസർഗോഡ് നിന്ന് സീതാറാം യെച്ചൂരി പര്യടനം തുടങ്ങുകയാണ്. ഇന്നലെ CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ തിരുവനന്തപുരത്ത് നിന്ന് പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. CPI ദേശീയ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്നും CPM സീതാറാം യെച്ചൂരി കാസർഗോഡ് നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം, തെക്കുനിന്നും വടക്കുനിന്നും LDFിൻ്റെ ഇരു പാർട്ടികളുടെയും ദേശീയ നേതാക്കൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ പ്രകാശ് കാരാട്ടും ഈ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ സുഭാഷിണി അലി, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരൊക്കെ തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മലബാർ ഭാഗങ്ങളിൽ തുടങ്ങിയിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ LDF നേതാക്കളുടെ പരിപാടികൾ ഇന്നുമുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയും ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ LDFിന്റെ ദേശീയ നേതാക്കൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രകാശ് കാരാട്ട് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. അതിനൊപ്പം തന്നെ മറ്റ് നേതാക്കൾ വിവിധ ഇടങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡും കണ്ണൂരും സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുപരിപാടികളിൽ സംസാരിക്കും. അതിനൊപ്പം തന്നെ വയനാട് ബൃന്ദ കാരാട്ട് സംസാരിക്കും. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വിജു കൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. ഒപ്പം കോഴിക്കോട് തപൻസിൻ സംസാരിക്കുന്നുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ സുഭാഷിണി അലി കൂടി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് LDF നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് വിവിധ ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ ഇന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസ് ശശി തരൂരിൻ്റെ പ്രചരണ പരിപാടിയിൽ, റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പരിപാടികളിൽ DK ശിവകുമാർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ദേശീയ നേതാക്കളടക്കം വന്ന പ്രചരണ പരിപാടികൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് വലിയ ആവേശമാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒപ്പം ജനങ്ങൾക്കും വലിയ ആവേശമാണ് ഈ ദേശീയ നേതാക്കൾ കൂടി വന്ന് പ്രചരണം നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഈ പ്രചരണ പരിപാടികളിൽ ആകെ തന്നെയും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രചരണ പരിപാടികളിൽ ഒക്കെ തന്നെയും ചർച്ചയാകുന്നു എന്നുള്ളത് തന്നെയാണ്. CAA വിഷയമാണ് LDF മുഖ്യമായും ഉയർത്തി കാണിക്കുന്ന വിഷയം. ആ CAA വിഷയം ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPയോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. BJPയുടെ പ്രകടന പത്രികയിൽ പോലും CAA പരാമർശിക്കുന്നില്ല. ഒപ്പം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും CAA പരാമർശമില്ല. ആ സാഹചര്യത്തിലാണ് ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന CAA വിഷയം അത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം വ്യക്തമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു പ്രചരണമാണ് ഈ ഇടതുപക്ഷം പൂർണ്ണമായും അല്ലെങ്കിൽ മുഖ്യമായും നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ CAA വിഷയം വരുന്നുണ്ട്, ഗവർണർമാരുടെ വിഷയം വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജനവിരുദ്ധ നടപടികൾ, കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നടപടികളൊക്കെ തന്നെയും ഈ പ്രചരണ പരിപാടികളിലൊക്കെ തന്നെയും ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാവ്യ. അതിനൊപ്പം തന്നെ ഈ ദേശീയ നേതാക്കൾ പ്രചരണം നടത്തുന്ന സമയത്ത് തന്നെ സംസ്ഥാന നേതാക്കൾ, LDFിൻ്റെ സംസ്ഥാന നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം CPI ജനറൽ സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ തന്നെയും പ്രചരണ പരിപാടികളിൽ നടത്തുന്നുണ്ട്. അവരുടെ പ്രചരണ പരിപാടികളൊക്കെ തന്നെയും വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതാക്കളുടെ പ്രചരണം കൂടി വരുന്നത്. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലെത്തുമ്പോൾ ഇത് വലിയ ആവേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. കാവ്യ.